തന്ത്രിമാരായ കണ്ഠരര് രാജീവര്, കണ്ഠരര് ബ്രഹ്മദത്തൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് തുടക്കം കുറിച്ച ശബരിമല നട തുറന്നത്. നട തുറക്കുന്ന സമയം അയ്യപ്പ ഭക്തരുടെ നീണ്ട നിരയായിരുന്നു നടപ്പന്തലിൽ ഉണ്ടായിരുന്നത്. നട തുറന്ന ശേഷം 18-ാം പടിക്ക് താഴെ ആഴി തെളിയിച്ചതോടെ 18-ാം പടി ഭക്തർക്കായി തുറന്നു കൊടുത്തു. നിയുക്ത ശബരിമല മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി, മാളികപ്പുറം മേൽശാന്തി വാസുദേവൻ നമ്പൂതിരി എന്നിവരാണ് ആദ്യം 18-ാം പടി ചവിട്ടിയത്. പിന്നാലെ ഭക്തരുടെ പടികയറ്റം ആരംഭിച്ചു. വൃശ്ചിക പുലരിയായ ശനിയാഴ്ച പുലർച്ചെ 3 മണിക്ക് ശബരിമലയിലും മാളികപ്പുറത്തും പുതിയ മേൽശാന്തിമാരായിരിക്കും നട തുറക്കുക. തുടർന്നുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 3-ന് തുറക്കുന്ന നട ഉച്ചയ്ക്ക് 1-ന് അടയ്ക്കും. വൈകിട്ട് 3-ന് വീണ്ടും തുറന്ന ശേഷം രാത്രി 11-ന് അടയ്ക്കും. എല്ലാ ദിവസവും രാവിലെ 3:30 മുതൽ നെയ്യഭിഷേകം ആരംഭിക്കും. ഉഷപൂജ രാവിലെ 7:30-നും ഉച്ചപൂജ 12:30-നും നടക്കും. ദീപാരാധന വൈകിട്ട് 6:30-നാണ്. രാത്രി 9:30-ന് അത്താഴ പൂജയ്ക്ക് ശേഷം രാത്രി 11 മണിക്ക് ഹരിവരാസനത്തോടെ നട അടയ്ക്കും. തീർത്ഥാടന തിരക്ക് പരിഗണിച്ച് ഈ മണ്ഡല മകരവിളക്ക് കാലയളവിൽ 18 മണിക്കൂർ നേരം ഭക്തർക്ക് ദർശന സൗകര്യം ലഭ്യമാക്കും. ഡിസംബർ 26-നാണ് മണ്ഡല പൂജ. അന്ന് രാത്രി 10-ന് നട അടയ്ക്കും. തുടർന്ന് മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ 30-ന് വൈകുന്നേരം നട തുറക്കും. ജനുവരി 14-നാണ് മകരവിളക്ക്. തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് ജനുവരി 20-ന് നട അടയ്ക്കും. ദിവസം 80,000 പേർക്ക് ദർശനം നൽകുന്നതിനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. 70,000 പേർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് വഴിയും 10,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗിനും ക്രമീകരണം ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട.